Hi dear friends, welcome to new video. Welcome to business research class, 5th semester BCom. അതിൽ റിസർച്ച് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് ഇതൊക്കെ പറയാനുള്ളതാണ്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ പിക്ചറാണ് നിങ്ങൾ കണ്ടത്. ലൈക്ക് ദിസ്. ഇതാണ്, ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. സ്കെയിലിങ്ങിന് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, കമ്പാരിറ്റീവ് സ്കെയിലെന്നും നോൺ കമ്പാരിറ്റീവ് സ്കെയിലും. അതിൽ കമ്പാരിറ്റീവ് സ്കെയിലില് 3 എണ്ണം ഉണ്ട്. അതുപോലെ നോൺ കമ്പാരിറ്റീവ് സ്കെയിലിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലും ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലും. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. കമ്പാരിറ്റീവിനെ നമ്മൾ രണ്ടായിട്ട് പ്രധാനമായിട്ടും തരംതിരിക്കുന്നത് ഇങ്ങനെയാണ്, 3 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. പിന്നെ നോൺ കമ്പാരിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും രണ്ടായിട്ട്, കണ്ടിന്യൂസ് സ്കെയിലും ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലും ആണ്. കണ്ടിന്യൂസ് സ്കെയിലില് ഒരെണ്ണം ഉണ്ട്, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ ആണെങ്കിൽ അതിൽ 3 എണ്ണം വരുന്നുണ്ട്. ലിക്കർട്ട്, അതുപോലെ തന്നെ എന്താ പറയാ, സെമാന്റിക് ഡിഫറൻഷ്യൽ സ്കെയില്, സ്റ്റാപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ 3 എണ്ണം ആണുള്ളത്. അപ്പൊ ഇനി ഓരോന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്, ഓരോന്നും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് കമ്പാരിറ്റീവ് എന്നുള്ളത്, കമ്പാരിറ്റീവ് സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് എന്താ പറയാ, ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, അത് വൈകേശ് എന്ത് മാറ്റർ ആണ്, ഒരു ഇവന്റ്സ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻ നമ്മളെ മുന്നിലേക്ക് തരുമ്പോൾ അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യം, that means comparative scale data must be interrelated in relative terms and only ordinal and rank order property എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നമുക്ക് തരുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അതെന്തെങ്കിലും കമ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും, ഒബ്ജക്റ്റുകളെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു അനുമാനത്തിൽ എത്തിച്ചേരുന്നതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. ഡയറക്റ്റ് കമ്പാരിസൺ, നമ്മൾ ഒബ്ജക്റ്റുകൾ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ കോൺസെപ്റ്റ്, നമ്മളെ ബെഞ്ച് മാർക്ക് എന്താണോ, അല്ലെങ്കിൽ നമ്മളെ പോയിന്റ് ഓഫ് റെഫറൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാ ഒബ്ജക്റ്റുകളും കമ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കമ്പാരിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ നോൺ കമ്പാരിറ്റീവ് എന്താണെന്നുള്ളതുണ്ട്. കമ്പാരിറ്റീവ് പ്രധാനമായിട്ടും ടെക്നിക്സിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും, കമ്പാരിറ്റീവ് നോൺ കമ്പാരിറ്റീവ്. നോൺ കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഒബ്ജക്റ്റീവ് സ്കെയിൽഡ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ ഇൻ stimulus set. The resulting data are generally assumed to be interval and ratio scale. നോർമൽ കേസിൽ ഇന്റർവൽ ആൻഡ് റേഷ്യോ സ്കെയിലുകളാണ് നമ്മൾ സാധാരണ ഇതുപോലെ വാല്യൂ ചെയ്യാറുള്ളത്. നോൺ കമ്പാരിറ്റീവ് അതായത് സിംഗിൾ ഒബ്ജക്റ്റുകളാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന, കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒബ്ജക്റ്റുകൾ ഓരോന്ന് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയും. പ്രധാനമായിട്ട് 2 സ്കെയിലുകൾ ഉണ്ട് എന്നിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പാരിറ്റീവ് സ്കെയിലില്. കമ്പാരിറ്റീവ് സ്കെയിലില് പലതരത്തിലുള്ള കമ്പാരിറ്റീവ് സ്കെയിലുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ പെയർഡ് കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണെന്നുള്ള, പെയർഡ് കമ്പാരിസൺ. പെയർഡ് കമ്പാരിസൺ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. 2 ഒബ്ജക്റ്റുകൾ. Respondent is represented with 2 object. 2 object എന്ന് പറയുന്നത്, and asked to select one according with the some criteria.
അല്ലെ? അവരുടെ മാനദണ്ഡം വെച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് നമ്മൾ കൊടുക്കുന്ന 2 ഒബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, സെലക്ട് ചെയ്യുക. അവർക്ക് 2 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ 2 ഓപ്ഷൻസ് എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് കമ്പയർ ചെയ്തിട്ട് അവർ കണ്ടെത്തുന്ന കേസ് ആണ് എന്തെന്ന് പറയുന്നത് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഡാറ്റ ഒബ്റ്റൈൻ ഓർഡിനൽ ഇൻ നാച്ചുർ ഈവൻ ഓർഡിനൽ സ്കെയിലിംഗ് രൂപത്തിലാണ് കിട്ടുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ജസ്റ്റ് നെയിം പെയർ കമ്പാരിസൺ സ്കെയിലിംഗ് ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കമ്പാരിസൺ സ്കെയിൽ നമ്മൾ പറഞ്ഞു. Then pair comparison are required. Under this assumption, say statistically it is possible to convert pair comparison data into the rank order. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് ഓർഡിനൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. റാങ്ക് ആക്കി മാറ്റുന്നത്, റാങ്ക് രൂപത്തിൽ നമ്മൾ ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ അങ്ങനെ റാങ്കുകളാക്കി മാറ്റാൻ നമുക്ക് പറ്റിയേക്കാം. ഫോർ എക്സാമ്പിൾ, സാധാരണ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് 2 ഗ്ലാസുകൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്, ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്ന കോക്ക് എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ, കോക്കാണെങ്കിൽ അപ്പോൾ അത് നമ്മൾ 2 തരത്തിലുള്ള, അല്ലെങ്കിൽ ഏത് സാധനം ആയിക്കോട്ടെ, നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ 2 ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന്റെ കേസുകൾ ടേസ്റ്റ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യും, സോഫ്റ്റ് ഡ്രിങ്കിന്റെ കേസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് കറക്റ്റ് വേണമെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് വരെ എന്ത് ചെയ്യാം, നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവർ പറയും ഈ ക്ലാസ് ആണോ വലുത്, അല്ലെങ്കിൽ ഈ ക്ലാസ് ആണോ ടേസ്റ്റ് കൂടുതൽ ഉള്ളത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യും, എന്താ മീൻസ് പല രീതിയിൽ പല ഫ്ലേവറുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ദാറ്റ് ഈസ് കാൾഡ്, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ ആക്കുന്ന കേസാണ്. Then that is called paired comparison scaling എന്ന് പറയുന്നത്. Paired comparison scale എന്ന് പറയുന്നത് സിംപ്ലി 2 ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യാണ്, respondent is presented with 2 objects and asked to select one according to some criteria. അല്ലെ, ഏതെങ്കിലും ഒന്ന് സെലക്ട്, 2 ഒബ്ജക്റ്റുകൾ കൊടുക്കും, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുന്ന കേസാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പൊ സെലക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യും. ഒന്നിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതാണ് ആദ്യം എന്നുള്ളത് എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ഓർഡർ ആക്കുന്ന കേസ്. Then റാങ്ക് ഓർഡർ സ്കെയിലിംഗ് എന്ന് പറയുന്നത്, റാങ്ക് ഓർഡർ സ്കെയിലിംഗ് എന്ന് പറയുന്നത് respondents are presented with several objects simultaneously and asked to order or rank them according to ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ കൊടുക്കും റെസ്പോണ്ടന്റിന്. എവിടെയും കമ്പാരിസൺ ആണ് വരുന്നത്. റെസ്പോണ്ടന്റ് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ കൊടുക്കും, എന്നിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ആക്കാൻ പറയുന്ന കേസ്. നമ്മൾ മുന്നേ പറഞ്ഞത് ഇതായിരുന്നു, പേർഡിന്റെ കേസ് ആയിരുന്നു, 2 ഒബ്ജക്റ്റുകളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ആണെങ്കിൽ എന്താണോ, കുറെ ഒബ്ജക്റ്റുകൾ കൊടുക്കുകയും എന്നിട്ട് അത് കമ്പയർ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന കേസാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനും നമ്മൾ ഓർഡർ ആക്കണം. ഓക്കെ, ലൈക്ക് എന്താ പറയാ, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദ റെസ്പോണ്ടന്റ് മേ ഡിസ്ലൈക്ക് ദ ബ്രാൻഡ് റാങ്ക് 1 ഇൻ ദ അബ്സല്യൂട്ട് സെൻസ്. അതുപോലെ ഫോർ മോർ റാങ്ക് ഓർഡർ സ്കെയിലിംഗ് ആൾസോ റിസൾട്ട് ഇൻ ഓർഡിനൽ ഡേറ്റ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. സി, ഇതാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ്, റെഫറൻസ് ഫോർ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡ് യൂസിങ് റാങ്കിങ് ഓർഡർ സ്കെയിലിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾ റാങ്കിങ് നടത്തുന്നത് എങ്ങനെയാന്ന് നോക്കുക. ഓരോന്നും കുറച്ച് ബ്രാൻഡുകൾ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യണം, അതിന് ഓർഡർ ആക്കാൻ പറയുന്ന കേസ് ആണ് ഇത്. ഓക്കെ, ഗോൾഗേറ്റ് ഉണ്ട്, ക്രെസ്റ്റ് ഉണ്ട്, എയിം ഉണ്ട്, ഗ്ലീവ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോ അൾട്രാ ബ്രൈറ്റ് ഉണ്ട്, ക്ലോസപ്പ് ഉണ്ട്, ഇങ്ങനെ ബ്രാൻഡുകൾ കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രിഫറൻസിനെ ബേസ് ചെയ്തിട്ട് റാങ്ക് ചെയ്യുന്ന കേസ് ആണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ റാങ്കിങ് ഓർഡർ ഉണ്ട്, ബ്രാൻഡും ഉണ്ട്, റാങ്കിങ് ഓർഡറും ഉണ്ട്. അപ്പോ ഇങ്ങനെ ഓർഡർ ആക്കുക, കൊടുത്തിട്ട് ഓർഡർ ആക്കുന്ന കേസ് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ
സ്കെയിലിംഗ്, റാങ്കിങ് ഓർഡർ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. റെസ്പോണ്ടന്റ് ആർ പ്രസന്റഡ് വിത്ത് സെവറൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സെവറൽ ആട്രിബ്യൂട്ട്സ് simultaneously, ask them to order or rank them according to some criteria. അല്ലെ, ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് എന്താണോ അവർ കൊടുക്കുന്ന കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ ബേസ് ചിലപ്പം ടേസ്റ്റ് ആയിരിക്കും, ചിലപ്പം വലിപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതിനെ ബേസ് എന്ത് മാനദണ്ഡമാണോ അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ റാങ്ക് ചെയ്യുന്ന കേസാണ് റാങ്കിങ് ഓർഡർ സ്കെയിലിംഗ്. ഇങ്ങനെ വേണമെങ്കിലും അളക്കാം എന്ന് വേണമെങ്കിൽ പറയാം. Then next one, അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലോസപ്പിന്റെ എക്സാമ്പിൾ. ഇനി കോൺസ്റ്റന്റ് സം സ്കെയിലിംഗ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് സം സ്കെയിലിംഗ്, കോൺസ്റ്റന്റ് സം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നോക്കുക, the respondent allocated a constant sum of units such as 100 point to attribute of product to reflect their importance, such as 100 point to attribute of product to reflect their importance. അതായത് കുറെ ആട്രിബ്യൂട്ടുകൾ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ഇതിനെ 100ലേക്ക് മാറ്റാൻ പറയും. ഓരോന്നിനും എത്ര പോയിന്റ് കൊടുക്കുന്നോ എല്ലാ പോയിന്റുകളും കൂടി കൂട്ടിയാൽ 100 കിട്ടുന്ന ലെവലിലേക്ക് മാറ്റുക. അതായത് ടോട്ടൽ എപ്പോഴും എന്തായിരിക്കും, എല്ലാ പ്രൊഡക്റ്റിന്റെ പ്രിഫറൻസും ഇമ്പോർട്ടൻസും കൂടി നോക്കിയാൽ അതിന്റെ ടോട്ടൽ എന്തായിരിക്കും, 100 ആയിരിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് ആൻ ആട്രിബ്യൂട്ട് ഈസ് ആൻ ഇമ്പോർട്ടന്റ്, ദ റെസ്പോണ്ടന്റ് അസൈൻ ഇറ്റ് 0 പോയിന്റ്. തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒന്നാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, തീരെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ അതിന് 0 കൊടുക്കും, കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതിന് കൂടുതൽ വാല്യൂ കൊടുക്കും എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ എല്ലാ ഒരു പ്രൊഡക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. If an attribute is twice as important as some other attribute, is received twice many points. That means if an attribute is twice as important, വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് എന്ത് ചെയ്യും, 2 പോയിന്റുകൾ എക്സ്ട്രാ കൊടുക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. The sum of all the point is 100, and the name is scale. The name of the scale. ഇതിന്റെ സ്കെയിലിന്റെ പേര് കോൺസ്റ്റന്റ് സം സ്കെയിൽ എന്ന് പറയാൻ കാരണം എപ്പോഴും എന്ത് ചെയ്യും, എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 100 ആയിരിക്കും ആ സ്കെയിലിന്റെ അളവ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതാണ് അതിനുള്ള എക്സാമ്പിൾസ്, നോക്കിയാൽ മതി. ആവറേജ് റെസ്പോൺസ് ഓഫ് 3 സെഗ്മെന്റ് എന്നുള്ളതാണ്. ഓരോ സെഗ്മെന്റിലും റെസ്പോണ്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, പ്രൈസ് ആണെങ്കിലും മറ്റുള്ള കേസ് ആണെങ്കിലും ഒക്കെ ഓരോന്നിന്റെയും എന്താണ് അതിന്റെ റേറ്റ് എന്നുള്ളത് നോക്കിയാൽ മതി. സെഗ്മെന്റിന് ഓരോന്നിനും റാങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടിയാൽ എത്രയേ വരത്തുള്ളൂ, 100 വരത്തുള്ളൂ. ഓക്കെ, ഇതാണ് കോൺസ്റ്റന്റ് സം സ്കെയിലിംഗ് എന്ന് പറയുന്നത്. Then നോൺ കമ്പാരിറ്റീവ് ടെക്നിക്സിലേക്ക് വരാം. നോൺ കമ്പാരിറ്റീവ് ടെക്നിക്സ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതായിരുന്നു. നോൺ കമ്പാരിറ്റീവ് സ്കെയിലിംഗിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്, റെപ്രസെന്റ് ആർ ഇവാലുവേറ്റ് ഓൺലി വൺ ഒബ്ജക്റ്റ് അറ്റ് എ ടൈം എന്നുള്ളതാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു സമയം എന്ത് ചെയ്യുള്ളൂ, റെസ്പോണ്ടന്റ് ഇവാലുവേറ്റ് ഓൺലി വൺ ഒബ്ജക്റ്റ് അറ്റ് എ ടൈം, ആൻഡ് ഫോർ ദീസ് റീസൺ non-comparative scale are often restricted to a nomadic scale എന്ന് പറയും. That means non-comparative scale ആകെ ചെയ്യുന്നത് ഒരു സമയം ഒറ്റ ഒബ്ജക്റ്റ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, വാല്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നോൺ കമ്പാരിറ്റീവ് ടെക്നിക് കൺസിസ്റ്റൻസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. ഇതിനെ നമ്മൾ നോൺ കമ്പാരിറ്റീവ് സ്കെയിൽ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്നാണ്. ഒന്ന് കണ്ടിന്യൂസും അതുപോലെ തന്നെ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലും. അപ്പൊ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, സാധാരണ എന്താ പറയാ, നമ്മൾ ഒരു കാര്യത്തിനോടുള്ള ഇന്റൻസിറ്റി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, റേറ്റിംഗ് സ്കെയിൽ യൂസ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് ഇന്റൻസിറ്റി വരിക? നമ്മള് ഒരു ആട്രിബ്യൂട്ടിനോടുള്ള ഇന്റൻസിറ്റി, ഇപ്പോ ഒരു ടീച്ചറുടെ ക്ലാസ് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കും അല്ലെ.
അപ്പൊ അതില് വെരി ഗുഡ്, ഗുഡ് ഉണ്ടാവും, വെരി ഗുഡ് ഉണ്ടാവും. പിന്നെ അതിന്റെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോട്ട് ബാഡ്, വെരി ബാഡ്, ഇങ്ങനെ 2-3-4 അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യുക, ഒരു നമ്പറിങ് കൂടി കൊടുക്കുക. ഇതാണ് അതിന്റെ പിക്ചർ. ഏറ്റവും നല്ല പിക്ചർ ഇതാണ്. ഓക്കെ, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലിന്റെ എക്സാമ്പിൾ 2 തലക്കൽ, ഒന്ന് വെരി പോർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വെരി ഗുഡ് ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒന്ന്. അപ്പൊ അതിൽ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്തു, ഇവിടെ ടിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും പറഞ്ഞാൽ മെഷറിംഗ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഓഫ് ദ ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി അല്ലെ. ഒരു ആട്രിബ്യൂട്ടിനോടുള്ള ഒരാളുടെ ഇന്റൻസിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയില് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ ഇതിൽ അടുത്തത് continuous rating scale nalla example. Respondent rate the object by placing a mark at the appropriate position on a line that run from the one extreme of the criterion variable to the other. ഇവിടെ നോക്കിയാൽ മതി അല്ലേ, probably the waste, probably the best. How would you Walmart as a department store? How would you rate വാൾമാർട്ട് ആസ് എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആയിട്ടുള്ള വാൾമാർട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക, എങ്ങനെയാണ് റേറ്റ് കൊടുക്കുക എന്നുള്ളത്? പ്രോബബിളി വേസ്റ്റ്, അതുപോലെ പ്രോബബിളി ബെസ്റ്റ് എന്നുള്ളതാണെങ്കിൽ, അപ്പൊ അതിൽ ഇതൊരു സ്കെയിൽ ആണല്ലോ, അതിൽ എവിടെയാണ് ടിക്ക് ചെയ്തതെന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ പ്രോബബിളി ദ വേസ്റ്റ്, പ്രോബബിളി ദ ബെസ്റ്റ്, അതിന് വേണമെങ്കിൽ ഒരു നമ്പറിങ് കൂടി കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലിന് ഓരോന്നിനും നമ്പർ കൊടുക്കുക, നമ്പർ ഇട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, 100 വരെയാണ് കൊടുത്തത് നമ്പർ. ഓക്കെ, ശ്രദ്ധിക്കണം, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, 100 വരെയുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. ദെൻ ഇവിടെയും അതുപോലെ തന്നെ നോക്കിയാൽ മതി, പ്രോബബിളി ദ വേസ്റ്റ്, പ്രോബബിളി ദ, ഓക്കെ, പിന്നെ വേർഷൻ വെരി ബാഡ്, നൈദർ ഗുഡ് നോർ ബാഡ്, വെരി ഗുഡ്. അപ്പൊ ഈ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് കണ്ടിന്യൂസ് റേറ്റിംഗ്. ലിക്കേർഡ് സ്കെയിൽ. ലിക്കേർഡ് സ്കെയില് എന്ന് പറയുന്നത്, ലിക്കേർഡ് സ്കെയില് ഏറ്റവും ഫെമിലിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. എന്താ പറയുന്നത്, ഇതിന് നമ്മൾ വിളിക്കുന്നത് സെമ്മേറ്റഡ് ഇൻസ്ട്രുമെന്റ് സ്കെയിൽ എന്ന് വിളിക്കാറുണ്ട്. ലിക്കേർഡ് സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റൻസ് ഓഫ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് വിച്ച് എക്സ്പ്രസ് either a positive or negative attitude towards an object സ്റ്റേറ്റ്. ഒരു കാര്യത്തിനോട് ഒരാൾക്കുള്ള നെഗറ്റീവും അല്ലെങ്കിൽ പോസിറ്റീവ്, ശരിക്കും പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. Respond indicate their own attitude by checking how strongly they are. അവർ എത്രത്തോളം അതിന് പ്രാധാന്യം നൽകുന്നു എന്ന് കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ദേ എഗ്രി ഓർ ഡിസഗ്രി വിത്ത് സ്റ്റേറ്റ്മെന്റ്. ഒരു കാര്യത്തിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ, അവർ എത്രത്തോളം എഗ്രി ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഡിസഗ്രി ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റെസ്പോൺസ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി എഗ്രി, എഗ്രി, അൺസർട്ടൈൻ, ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി. ഈ ലെവലിൽ നമ്മൾ വാല്യൂ ചെയ്യാനാണ് ലിക്കേർഡ് സ്കെയില് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ജനറലി യൂസ് either 5 or 7 പോയിന്റ് സ്കെയിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ദിസ് ഇസ് an example for that. Respond in the degree of agreement or disagreement with each series of statement about the stimulus object എന്ന് പറയുന്ന ഓരോന്നും. ഇപ്പോൾ ഷെയർ ഷാൽ ഹൈ ക്വാളിറ്റി ഐറ്റംസ് മെർച്ചൻഡൈസ്, അവർ ഷെയർ ആസ് പുവർ ഇൻ സ്റ്റോർ സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഓരോന്നിനും നമ്പറിങ് കൊടുക്കുന്നുണ്ട്. സ്ട്രോങ്ലി ഡിസഗ്രി, disagree, neither agree or disagree, agree, strongly agree. അപ്പൊ അവിടെ നമ്മൾ ആ മെഷർമെന്റ് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ എന്ത്, ചുരുക്കി പറഞ്ഞാല് ഇതിൽ പറഞ്ഞാൽ മതി, റെസ്പോൺസ് ആൾട്ടർനേറ്റീവ്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ
ആറ്റിറ്റ്യൂഡ്, ഒരു കാര്യത്തിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി സെമാൻറ്റിക് സ്കെയിൽ, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. എ സീരീസ് ഓഫ് നമ്പേർഡ് വൈപ്ലർ റേറ്റിംഗ് സ്കെയിലാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ മേക്ക് യൂസ് ഓഫ് വേർഡ്സ് rather than numbers. നമ്പേഴ്സിനെക്കാട്ടും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്? വേർഡുകളാണ് ഉപയോഗിക്കുക. In this, respondent describe their feelings about the product or brand on the scale with the semantic labels like extremely, quite, quite, slightly, and neither. ഇങ്ങനെയുള്ള രീതിയിൽ. That means ഒരു റെസ്പോണ്ടന്റ് അവരുടെ ഫീലിങ്സ് റെപ്രസെന്റ് ചെയ്യുകയാണ്, എന്നാൽ നമ്പറിലല്ല, ഇനി വേർഡുകളായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗുഡ്, ബാഡ്. ഓക്കെ, രണ്ട് എൻഡിലും ഇപ്പോൾ ഒരു സ്കെയിൽ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് എൻഡിലും, എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, രണ്ട് എൻഡിലും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഗുഡും ഒരു സൈഡിലുള്ള ബാഡെന്നും കൊടുക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ അളക്കുന്ന കേസാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെയും ഫീലിങ്സ് ആണ് അളക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വെയിറ്റ് ഈസ് അസൈൻഡ് ഈച്ച് പൊസിഷൻ ഓഫ് ദ റേറ്റിംഗ് സ്കെയിൽ എന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ സ്കോർ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്കോർ കൊടുക്കുക. നടുവില് സീരീസ്, ദിസ് ഇസ് എ ബെറ്റർ വേ. പവർഫുൾ, വീക്ക്, അൺറിലയബിൾ, റിലയബിൾ, മോഡേൺ, ഓൾഡ്, ഫാഷൻ. പവർഫുൾ എന്ന് പറയുന്നത് ഇതാണ്. പവർഫുളിന്റെ കേസിൽ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യുന്നു, രണ്ട് എൻഡിലും ഉണ്ട്, അതിന്റെ നടുവിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നുള്ളൂ. ഇസ് എ 7-point റേറ്റിംഗ് സ്കെയിൽ വിത്ത് എൻഡ് പോയിന്റ് അസോസിയേറ്റഡ് വിത്ത് ബൈപ്പിലർ ലേബൽ ദാറ്റ് ഹാവ് സെമാൻറ്റിക് മീനിങ്. ബൈപ്പിലർ ലേബൽ ഉണ്ട്, പവർഫുൾ, വീക്ക് പോലെ. ഓക്കെ, മോഡേൺ, ഓൾഡ്, ഫാഷൻ. അപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദ നെഗറ്റീവ് ഒബ്ജക്റ്റ് ഓഫ് ഫേസ് സംതിങ് അപ്പിയർ അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്കെയിൽ ആൻഡ് സംടൈം അറ്റ് ദ റൈറ്റ് സൈഡ്. കൂടുതലും നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എവിടെ കൊടുക്കുക എന്നുള്ളതാണ്, ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ചില കേസിൽ തിരിച്ചും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ എനിവേസ്, അപ്പൊ ഇതാണ് അതിന്റെ റൂൾസും മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല, എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ദാറ്റ് മീൻസ് സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത് വേർഡുകൾ ആണ് ഉപയോഗിക്കുന്നത് എന്തിനെക്കാട്ടിയും, നമ്പറിനെക്കാട്ടിയും. നമ്പറിനല്ല പ്രാധാന്യം, വേർഡുകൾക്കാണ് പ്രാധാന്യമുള്ളത്. ശരിക്കും ഫീലിങ്സ്, ഒരു ബ്രാൻഡിനെ കുറിച്ചോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റാപ്പിൾ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റാപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത്, മോഡേൺ വേർഷൻ ഓഫ് സ്റ്റാപ്പിൾ സ്കെയിലിൽ സിംഗിൾ ഒബ്ജക്റ്റ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ സെമാൻറ്റിക് ഡിഫറൻസ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് പെയർ ഓഫ്. ചിലപ്പോൾ നമുക്ക് പെയർ സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ വൈപ്പിലുള്ള ഇപ്പോൾ ഗുഡ് ബാഡ് എന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാപ്പിൾ സ്കെയിൽ ആസ് വെൽ ആസ് റിസൾട്ട് ആർ വെരി സിമിലർ ടു. ഒരേപോലെ തന്നെ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. വൈകൻസ് പെട്ടെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റുന്ന പറയുന്നത് സ്റ്റാപ്പിളിന്റെ കേസ് ആണെങ്കിൽ ഇതാണത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഒറ്റ മോഡേ ഉള്ളൂ. ഇപ്പൊ ഗുഡ് ബാഡ് എന്നൊന്നുമില്ല, ഹൈ ക്വാളിറ്റി നടുവിൽ കൊടുത്തിട്ട് ഇവിടെ അങ്ങോട്ടും താഴേക്കും അളക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സിംഗിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുക, രണ്ട് എൻഡ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സ്റ്റാബിൾ ആണ്. സ്റ്റാബിൾ സ്കെയില് മെഷറിംഗിന്റെ വൈഡ് സെലക്ഷൻ എന്നുള്ളതാണ്. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ഇത് വേറെ ഒന്നാണ്. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്, നോൺ കമ്പാരിറ്റീവിന്റെ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, സ്റ്റാപ്പിൾ പോലെ തന്നെ ഗ്രാഫിക്കിന്റെ ഭാഗം തന്നെ. ദാറ്റ് മീൻസ് ഐറ്റമൈസർ റേറ്റിംഗ് സ്കെയിലിന്റെ ഭാഗം തന്നെയാണ് ഐറ്റമൈസർ റേറ്റിംഗ് സ്കെയിൽ. പിക്ചറുകൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. യൂസ് ക്വാളിറ്റി ഡിസ്ക്രിപ്ഷൻ, നെവർ യൂസ് ആൾ ദ ടൈം. അപ്പൊ ഇതില് സംഖ്യകളും ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഗ്രാഫിക്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഗ്രാഫിക്സ് ഉണ്ടല്ലേ, സെയിം ഡിസ്ക്രിപ്ഷൻ, ഇതിൽ ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് നോട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് ഓക്കെ സം യൂണിക് റേറ്റിംഗ് സ്കെയിൽ കോൺഫിഗറേഷൻ. റേറ്റിംഗ് സ്കെയിൽ
റേറ്റിംഗ് സ്കെയിൽ നമ്മൾ പറഞ്ഞു. എന്താണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ തെർമോമീറ്റർ സ്കെയിലുകൾ ഉണ്ട്, അതുപോലെ സ്മെയിൽ ഫേസിംഗ് സ്കെയിലുകൾ ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും റേറ്റിംഗ് സ്കെയിലിന്റെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ സെമാന്റിക് പറഞ്ഞു, റേറ്റിംഗ് സ്കെയില്, ലിക്കർഡ് സ്കെയില്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ഐറ്റമൈസ്ഡ് ഹൊറിസോണ്ടൽ സ്കെയിലും എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഐറ്റമൈസ്ഡ് ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതില് റെപ്രസെന്റേറ്റീവ് provide with a scale having number or brief description associated with each category. Then the respondent are asked to select on the one of the limited number of category ordered in the terms of position which best describe the product. നമ്മൾ പറഞ്ഞു ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലിൽ കുറെ ഐറ്റംസ് കൊടുക്കുകയും എന്നിട്ട് അതിൽ ഏറ്റവും ആറ്റിറ്റ്യൂഡ് കൂടുതലുള്ളത് ഏതിനാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കേസാണ് എന്തെന്ന് പറയുന്നത് ഐറ്റമൈസ്ഡ് എന്ന് പറയുന്നത്, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഏകദേശം സ്കെയിലിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതും കമ്പാരിറ്റീവും നോൺ കമ്പാരിറ്റീവും, കമ്പാരിറ്റീവില് പെയർഡ് കമ്പാരിസണും റാങ്കിങ് ഓർഡറും കോൺസ്റ്റന്റ് സമ്മ് പറഞ്ഞു. നോൺ കമ്പാരിറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയില്, റേറ്റിംഗ് സ്കെയിൽ എന്തൊക്കെയാന്ന് പറഞ്ഞു. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്താന്ന് പറഞ്ഞു. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് അവസാനം. അത് മീൻസ് ഈ പറയുന്ന ലിക്വിഡും അതുപോലെ തന്നെ സെമാന്റിക് ഡിഫറൻഷ്യലും സ്റ്റേബിൾ സ്കെയിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ മുന്നിലുള്ള ഐറ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിന് അവിടെ ആളുകൾക്കുള്ള ആറ്റിറ്റ്യൂഡിന്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതിനോടുള്ള ഇമോഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന സ്കെയിലുകളൊക്കെ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത് ഗുഡ് ബാഡ് അല്ല ഗുഡ് ബാഡ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ദാറ്റ് മീൻസ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ആണ്, അതുപോലെ തന്നെ ബാഡ് ആണെങ്കിൽ വെരി ബാഡ് ആണോ, നോട്ട് ബാഡ് ആണോ, ഈ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അളക്കുന്ന കേസ് ആണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.